വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ ഓണം മേക്കപ്പ് ലുക്കാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് എൻ്റെ ഡ്രസ്, ഓണം ഡ്രസ്. അത് ഞാൻ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അപ്പം ഞാൻ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി സ്റ്റെപ്പിലേക്ക് പോവാം. ഞാൻ പ്രോഡക്റ്റ്സ് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. അന്ന് മീഷോന്ന് വാങ്ങിയ അതേ പ്രോഡക്റ്റ്സ് തന്നെയാണ്. എനിക്കത് ഇനി ആദ്യമായിട്ട് വാങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അതിനോടല്ല ആ പ്രോഡക്ട്സിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇനിയിപ്പം ഒന്ന് മാറ്റി പിടിക്കണം എന്നുണ്ട്, ഇതും കൂടി ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇനി പ്രൈമർ ഇടാം. പ്രൈമർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കൈ കൊണ്ട് തന്നെ ഇടാം, എനിക്ക് അതാ സൗകര്യം. ബ്ലെൻഡർ ബ്രഷൊക്കെ ഉപയോഗിക്കാം, പക്ഷെ കൈ കൊണ്ട് ഓരോരുത്തർക്ക് ഓരോ സൗകര്യമല്ലേ. കൈ കൊണ്ട് ഇടുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാണ്. എന്നാലും അത്യാവശ്യം പൗഡറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ബ്ലെൻഡർ ഉപയോഗിക്കും കേട്ടോ. കൺസീലർ ഇടാവേ. കൺസീലർ ഞാൻ എല്ലായിടത്തും കൊടുക്കുന്നില്ല. കണ്ണിന് താഴെ എനിക്ക് മൂക്കിൻ്റെ ഇവിടെ ടാൻ ഉണ്ട്, അവിടേക്ക് ഞാൻ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ. ഇനി നമുക്ക് എന്താ ഫൗണ്ടേഷൻ ഇടാം കേട്ടോ. ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുമെങ്കിലും ഒരുപാട് അങ്ങനെ ഒരുപാട് കൂടിപ്പോകാതെ വളരെ ലൈറ്റായിട്ട് ഇടാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ കണ്ടന്റും യൂസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഫൗണ്ടേഷൻ ഇടുന്നതാണ്. നമ്മളൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരുപാടില്ല. അങ്ങനെ ഒരുപാട് ആധികാരികമായിട്ട് ചെയ്യാൻ എനിക്ക് അറിയൂല്ല, എനിക്ക് ഇത്രയൊക്കെ തന്നെ അറിയുള്ളൂ. അപ്പം ഇത് വെച്ചിട്ട് നമ്മളൊക്കെ എങ്ങനെ വീട്ടിലൊരുങ്ങാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഐബ്രോസ് ഒന്ന് വരച്ചു കൊടുക്കാം. എൻ്റെ ഐബ്രോസ് പറഞ്ഞാൽ ഭയങ്കര തിന്നാണ് കേട്ടോ, ഒട്ടും നല്ല കട്ടിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ വരച്ച് കട്ടിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കില്ല. കാരണം നമുക്ക് ഉള്ള ഐബ്രോയിന്ന് ഇല്ലാന്ന് വിചാരിച്ചാൽ, ഈ തിക്നെസ് ഇല്ലാന്ന് എഴുതി ഒരുപാട് എഴുതി അങ്ങനെ ഓവറാക്കിയാലും അതിൽ വൃത്തികേടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനൊരു തിന്നായിട്ട് തോന്നുന്നവിടെ അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ ലെഫ്റ്റ് സൈഡ് പിരികമാണ് ഭയങ്കര തിന്നായിട്ടുള്ളത്. ഇത്രയും മതി, ഇനി എഴുതി ഓവറായി പോകുന്ന എനിക്ക് പേടി. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. ഐ ഷാഡോ എടുത്തിട്ടുണ്ട്. എനിക്കൊരു കൺഫ്യൂഷൻ, ഇതിൽ ഏത് ഐ ഷാഡോ ആണ് കൊള്ളാവുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇപ്പം എടുക്കാൻ പോകുന്നത് എൻ്റെ ഒരു സ്കിൻ ടോണിന് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഈ പിങ്ക് ഷെയ്ഡ് നോക്കാം. ഓക്കെ, നമ്മൾ സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആണല്ലോ, അപ്പം നമുക്ക് സിമ്പിളായിട്ട് മതി. ഒരുപാട് ഓവർ ആക്കണ്ട. അപ്പം നമുക്ക് ഇത്രയും മതി. അപ്പം അതും കഴിഞ്ഞു. ഇനിയാണ് കണ്ണിൻ്റെ പരിപാടി. കണ്ണെഴുതുന്ന എങ്ങനെയാന്ന് ഒരു പ്രാവശ്യം ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും കേട്ടോ. അപ്പം അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്നുകൂടെ ഞാൻ പറയാം. ജസ്റ്റ് ഞാൻ ഈ കൺമഷി എടുത്തിട്ട് ആദ്യം നമ്മൾ നോർമലി കണ്ണെഴുതും പോലെ ഇങ്ങനെ എഴുതി കൊടുക്കും. ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കും കേട്ടോ.
ഇങ്ങനെ വരയ്ക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് കുറച്ചൊരു വലിപ്പം തോന്നും കേട്ടോ. ഇങ്ങനെ കണ്ണ് നല്ല വിടർന്നതായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ്. ഈ കണ്ണ് നല്ല വിടർന്നതായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. നമുക്ക് മുകളിൽ വരച്ചു കൊടുക്കാം. മസ്കാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. താഴെ കുറച്ച് പിലയേ ഉള്ളൂ, അതും കൂടെ ഷേപ്പായിട്ടിരിക്കട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ മേക്കപ്പ് ഏകദേശം അതിൻ്റെ എൻഡിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? മെയിനായിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന് മേക്കപ്പ് ഫിക്സർ ഇടണം, പിന്നെ അല്ലാതെ നമുക്ക് ലിപ്സ്റ്റിക്കും കൂടെ ഇടാം. അപ്പം മേക്കപ്പ് ഫിക്സർ ഇട്ടതിന് ശേഷം നമുക്ക് ലിപ്സ്റ്റിക് ഇടാം കേട്ടോ. നമുക്ക് ഇട്ട മേക്കപ്പ് ഉറച്ചിരിക്കാൻ വേണ്ടി ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇത്. ഞാൻ മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്തപ്പോഴും അതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടുള്ളവർക്കറിയാം. ഇനി വേറെ രീതിയിലൊക്കെ മേക്കപ്പ് ചെയ്യാൻ അറിയാമെന്നുള്ളവർ നിങ്ങൾ കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഭംഗിയാക്കാം ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ആണ്. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് ഇതാണ്, ഈ കളറാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു ഓണം ലുക്കിന് നല്ലത് ഈ മെറൂൺ കളറിൻ്റെ ലിപ്സ്റ്റിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ ഭംഗി അതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പം നമുക്ക് അതൊന്നിടാം. അപ്പം നമുക്ക് ലിപ്സ്റ്റിക് ഒന്നിടാം. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നും. ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ലേ, അപ്പം ഭയങ്കര എന്താ ബ്രൈറ്റായിട്ട് തോന്നും. അപ്പം അതുകൊണ്ട് വളരെ കുറച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ തീരാറായതുകൊണ്ട് എനിക്കതൊരു ബ്ലെസ്സിങ് ആയി. കാരണം ഒരുപാട് ബ്രൈറ്റായിട്ട് തോന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇതിട്ട് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ വെച്ച് ഒപ്പിക്കൊടുത്ത് അതിനെ ലൈറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ മേക്കപ്പ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ കമ്മലിടാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ കുഞ്ഞു കമ്മലെന്ന് വിചാരിക്കുമല്ലേ? അങ്ങനെ വിചാരിക്കുന്നവർക്കുള്ള ഒരു റിപ്ലൈ ആണ് കേട്ടോ ഈ മാല. കാരണം നല്ല വലിയ മാലയാണ്. അപ്പോൾ പിന്നെ എൻ്റെത് കുഞ്ഞു മുഖവും കുഞ്ഞു കഴുത്തൊക്കെയാണ്. അപ്പോൾ വലിയ മാല ഇട്ടിട്ട് പിന്നെ വലിയ കമ്മലും കൂടെ ഇടണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ചെറിയ സ്റ്റഡ് ഇടുന്നത് കേട്ടോ. നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഈ മാല സാധാരണ ഞാൻ ഇത്രയും വലിയ മാല യൂസ് ചെയ്യാറില്ല. ഇപ്രാവശ്യം വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ലോക്കറ്റ്, അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. കൊള്ളാമെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൊള്ളില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പൂ വെച്ചിട്ടുണ്ട്. ആദ്യം പുട്ടപ്പ് ചെയ്തിട്ട് പൂ വയ്ക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം ഹെയർ സ്റ്റൈൽ കഴിഞ്ഞു, പൂവൊക്കെ വെച്ചു. ഇങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്തേക്കണേ. ഇനി ഒരു പൊട്ടും കൂടെ വെക്കാം.
ഇതിൻ്റെ ഫൈനൽ ലുക്ക്. തുമ്പി തുമ്പി തുമ്പി